ഹലോ, ഹാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചേനക്കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ച ചേനക്കറി. അതിനായി ഒരു കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വാടിയതിനു ശേഷം 2 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടിയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയുടെ ഒരു പച്ചമണക്കൊന്ന് മാറിയതിനു ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചേന ചേർക്കാം. ഒരു മീഡിയം സൈസിലാണ് ചേന മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേനയുടെ അതേ അളവിലാണ് വെള്ളം ചേർത്തെടുക്കുന്നത്. ചേന വേവുമ്പോഴേക്കും അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് 4-5 ചെറിയുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് എന്നിവ കൂടിയാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർക്കാം. ദാ ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ചേന വെന്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 2 ചുവന്ന മുളക് മുറിച്ച് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇത് തയ്യാറാക്കി വെച്ച ചേനക്കറിയിലേക്ക് ചേർക്കാം. തേങ്ങ വറുത്തരച്ച ചേനക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.